ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. അല്ല, എന്താ ഇവിടെ ഇരിക്കുന്നത്? വീൽ ചെയറിലല്ലേ അമ്മേ, അതുകൊണ്ട് അകത്തേക്ക് പോകണ്ടെന്ന് കരുതി. എന്റെ ഭാര്യ അകത്തേക്ക് പോയിട്ടുണ്ട്. ആഹാ, ഇന്നത്തെ ദിവസം അതറിയാൻ ശ്രമിക്കണം. ഞാനും മഹിയും കാണുന്നത് ഒരേ അമ്മയാണോന്ന്. എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും അമ്മ ഒന്നിച്ചൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അന്ന് ഫോട്ടോ എടുത്ത് വീട്ടിൽ ചെന്നപ്പോ അമ്മയുടെ ഫോട്ടോ അതിൽ പതിഞ്ഞില്ല. അത് ശരി, അതെന്താ അങ്ങനെ പറ്റിയത്? അത് അമ്മയ്ക്കല്ലേ അറിയൂ. അയ്യോ, ഞാൻ എങ്ങനെ അറിയാനാ മോനെ? അതൊന്നും അല്ല ഇപ്പോഴത്തെ കാര്യം. ഒരു ചതിയനിൽ നിന്ന് മോനെ ഒരാള് രക്ഷിച്ചില്ലേ? അയാൾക്കൊരാപത്ത് വന്നിട്ട് എന്താ മോനെ അയാളെ രക്ഷിക്കാത്തത്? ആരുടെ കാര്യം അമ്മ പറയുന്നേ? ഈ അടുത്ത് മോനെ ഒരു ചെറുപ്പക്കാരൻ രക്ഷിച്ചില്ലേ? മാർക്കോ? ആ ചെറുപ്പക്കാരന് ഒരാപത്ത് വന്നിട്ടുണ്ട് മോനെ. അങ്ങനെയുള്ളപ്പോ നമ്മളെ സഹായിച്ചവരെ നമ്മൾ സഹായിക്കണ്ടേ മോനെ? അതിന് അയാൾക്ക് എന്താ ആപത്തുണ്ടായെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ. അതൊക്കെ വഴിയേ മോനെ അറിഞ്ഞോളൂ. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് സമയം കളയരുത്. ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിരിക്കണം. മോന് സഹായിക്കാൻ പറ്റും മോനെ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോഴും അയാൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ അമ്മേ. ഒരു വെള്ളി രൂപയുണ്ടോ കയ്യില്? അയ്യോ, ഇപ്പൊ വെള്ളി രൂപ നാണയമൊന്നും കൈക്കൊണ്ട് നടക്കാറില്ലല്ലോ അമ്മേ. ആ, നടക്കാറില്ല. പക്ഷേ ഇപ്പൊ മോന്റെ അടുത്ത് ഒരു വെള്ളി രൂപയുണ്ട്. ആ പോക്കറ്റ് ഒന്ന് നോക്കി. അയ്യോ, ഇതെങ്ങനെ എന്റെ പോക്കറ്റ് വന്നേ? അത് മോൻ എപ്പോഴെങ്കിലും അറിയാതെ പോക്കറ്റിൽ ഇട്ടതായിരിക്കും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏതായാലും അമ്മ ആശിച്ച വെള്ളി രൂപ പോക്കറ്റിൽ നിന്ന് എടുത്ത സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് അത് ഇതിലേക്ക് ഇട്ടു. ഈ ഉണ്ണിക്കണ്ണനൊരു പിറന്നാൾ സമ്മാനമായിട്ട് വന്നതാ. വെറുതെ തരത്തില്ല കേട്ടോ. ദക്ഷിണ വേണം, കൂടുതലൊന്നും വേണ്ട. ഒരു വെള്ളി രൂപ മാത്രം മതി. ഒരു വെള്ളി രൂപ ഇടാൻ ഇത്രയൊക്കെ ആലോചന വേണോ?